അല്ല, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ പരമാവധി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമാണുള്ളത്. അത് പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, BJP എന്ന പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധിയും സ്വയം അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഒമിഷൻസ് ആൻഡ് കമ്മീഷൻസ് മൂലം അതിന് സഹായകരമായ ഒരു അന്തരീക്ഷം അദ്ദേഹം ഉൾപ്പെടെ ഉണ്ടാക്കി കൊടുത്തു. BJPക്ക് ഗോൾ അടിക്കാനുള്ള കുറേ അവസരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ 99 സീറ്റുമായിട്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ് എന്നതിനേക്കാൾ ഉപരി ഇന്ത്യ ബ്ലോക്കിൻ്റെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി അവിടെ വന്ന് ഇരിക്കുകയും പ്രസംഗം നടത്തുകയും ഇപ്പോൾ നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് അപ്പുറം സ്പീക്കർ എന്ന ഓം ബിർള എന്ന സ്പീക്കറെ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയെ പരമാവധി, പ്രതിപക്ഷ നേതാവിനെ പരമാവധി ഇകഴ്ത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രസംഗത്തിലും കാണുന്നതാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓം ബിർള പറയും, നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ്, നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സംസാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധി ഒരു കുട്ടിയെപ്പോലെ പക്വതയില്ലാതെ സംസാരിക്കുകയാണ് എന്ന തരത്തിലൊരു ധ്വനി ആ ഒരു സംസാരത്തിലുണ്ട്. അത് കൂടെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം 3ഓ 4ഓ തവണ പറഞ്ഞു. ഈ അടുത്ത പ്രസംഗത്തിലും ബജറ്റ് പ്രസംഗത്തിലും രാഹുൽ ഗാന്ധി കുറച്ചുകൂടി നല്ലൊരു പ്രസംഗമാണ് കാഴ്ചവെച്ചത്. അന്നും അദ്ദേഹം ഈ കാര്യങ്ങൾ 1-2 തവണ പറയുന്നുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും ഓം ബിർളയെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ കുമ്പിട്ട് നിൽക്കുകയും സാഷ്ടാംഗ പ്രണമിക്കുന്നത് പോലെയൊക്കെ കാണിക്കുകയും പ്രധാനമന്ത്രിയുടെ ഒരു അടിമയെപ്പോലെ അദ്ദേഹം പറയുന്നത് മാത്രം വേദവാക്യമാക്കി എടുത്ത് സഭയെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഓം ബിർളയെ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിലൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ TV-യിൽ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പലതരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കുന്നതൊക്കെ അദ്ദേഹം നേരിട്ട് കുറച്ചുകൂടി അദ്ദേഹം കഴിഞ്ഞ 10 വർഷം കാണിക്കാത്ത രീതിയിലുള്ള ഒരു വളരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ BJPക്കാർ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഈ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഇൻഫാൻറ്റിലൈസ് എന്ന് പറയും. അദ്ദേഹത്തെ ഒരു കുട്ടിയാണ് എന്ന രീതിയിൽ, ഒരു ഇയാളൊരു ബാലക് ബുദ്ധിയാണെന്ന് അന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ബാലക് ബുദ്ധി, ചെറിയ ബാലനെ പോലെ. അപ്പോൾ ഇൻഫാൻറ്റിലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവർ 10 വർഷമായിട്ട് പപ്പു ആക്കി മാറ്റിയ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തിയതിന് ശേഷം ഇപ്പോൾ അവരതും വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഭാരത് ജോഡോ യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും സീറ്റും ജയിച്ച് വന്നിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്ക് വലിയ കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടാകുന്ന ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ പ്രസംഗങ്ങൾ, ഏത് പ്രസംഗം മാറ്റിയും മറിച്ചും അദ്ദേഹം അടുത്ത വർഷവും ചെയ്യും. അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കഥാപ്രസംഗം, ഈ സാംബശിവനെ പോലെ ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അദ്ദേഹം ഓരോ വർഷവും പറയുന്നത് 3/4%, 75% കഴിഞ്ഞ തവണ പറഞ്ഞത് തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ മാറ്റി പറയും. എന്നിട്ട് കുറേ റെട്ടോറിക്കും എല്ലാം ശോഭനമാകാൻ പോവുകയാണ്. 2047 നമ്മൾ വലിയ ലോകത്തെ 2ാമത്തെ ഇക്കോണമി ആകും എന്ന തരത്തിലൊക്കെയുള്ള വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ 2022 ആകുമ്പോഴത്തേക്ക് കർഷകർക്ക് അവരുടെ ഇൻകം ഇരട്ടിയാകും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നു. കാരണം അതായിട്ടില്ല. അതിനുശേഷവും പിന്നെ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുന്നു, ഓരോ കാര്യങ്ങൾ. ഇന്നിപ്പോൾ അദ്ദേഹം സെക്യുലർ സിവിൽ കോഡിനെ കുറിച്ച് വരെ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധി എഴുത്തിക്കാട്ടുക, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ഒരു ബാലകനായി ചിത്രീകരിക്കുക, അദ്ദേഹത്തിനെ പരമാവധി ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അത് പ്രതിപക്ഷ നേതാവ് എന്നതിലുപരി രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ കൂടി, ഗാന്ധി കുടുംബത്തെ കൂടി, കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടി ഇല്ലാതാക്കുക. അങ്ങനെ രാഹുൽ ഗാന്ധിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, രാഹുൽ ഗാന്ധിയെ ചെറുതാക്കി കളയാനാണ് വിചാരിച്ചത്. ഇന്ന് പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകളിലൊന്ന് രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന ഈ വിവേചന സമീപനത്തിനകത്ത് ചീപ്നെസ് ആണെന്ന് കൂടി നമ്മൾ എടുത്തു കാണേണ്ട കാര്യമാണ്.